അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അധ്യക്ഷവേദിയിലെ ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ISM മതം ഗുണകാംക്ഷയാണ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് 4 മാസക്കാലമായി നടത്തിവരുന്ന ക്യാമ്പയിൻ അതിൻ്റെ സമാപനത്തിലാണ്. യുവത്വം നന്മയാണ് എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ലെങ്കിലും നന്മകൾ ഏത് സ്വന്തമാക്കുമ്പോഴും അതിന് നന്ദിയുള്ളവരായിരിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഒരു കാലത്തും മറന്നുകൂടാ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നേ ദിവസം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ പ്രപഞ്ചത്തിൽ ജീവിതാസ്വാദനങ്ങൾക്കു വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ആസ്വാദനങ്ങളും അനുഗ്രഹങ്ങളും നൽകപ്പെടുമ്പോഴും സർവാധിനാഥനായ തമ്പുരാന്റെ അരികിൽ നിന്നുള്ള പ്രത്യേകമായ ഔദാര്യമാണ് അത് എന്ന് തിരിച്ചറിയേണ്ട ബാധ്യത നമ്മുടെ അരികിലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ തമ്പുരാന്റെ അരികിൽ 2 തരമാണ്: ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ചനാഥൻ കനിഞ്ഞേകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരാകാൻ നാം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സത്യാദർശം മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി ത്യാഗനിഷ്ഠയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങൾക്കിടയിൽ ചില സന്ദർഭങ്ങളിൽ അവർക്ക് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ആയുധങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സമയം ദാത്തുലിഖാ യുദ്ധം കഴിഞ്ഞും തിരിച്ചു വരുമ്പോൾ, തുടർച്ചയായ ദിവസങ്ങളിലെ യുദ്ധം കഴിഞ്ഞ് പരിക്കുകളുമായി, പ്രയാസങ്ങളുമായി അവസാനം വിജയശ്രീലാളിതരായി തന്നെ തിരിച്ചു പോകുമ്പോൾ ഒരല്പസമയം ഒരു തണലിൽ അവർ വിശ്രമിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഒരല്പം മയങ്ങാനുള്ള സമയം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ തണലും നിങ്ങൾക്ക് ഉറങ്ങാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരവും രണ്ടും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. ഈ തണൽ ആസ്വദിച്ചതിന്റെ പേരിൽ, ഉറക്കം നിങ്ങൾക്ക് അനുഭവിച്ചതിന്റെ പേരിൽ നാളെ റബ്ബിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അഥവാ നാഥൻ നൽകുന്ന ഏതൊരു അനുഗ്രഹത്തിനും നിശ്ചയമായും നന്ദിയുള്ളവരായിരിക്കാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തിന് കൃത്യമായി മാതൃകയാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘത്തെ വാർത്തെടുത്തിട്ടുണ്ട്. സ്വഹാബികളാണവർ. ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അന്തിമനാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് അവരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ സ്വഹാബികൾക്ക് മാതൃകയാകാൻ വ്യത്യസ്തരായ യുവാക്കളെ, ഒന്നാമതായി അസ്ഹാബുൽ കഹ്ഫ്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അതെ, റബ്ബിൽ വിശ്വസിക്കുകയും ഹിദായത്ത് റബ്ബ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആ യുവാക്കളെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അവരോട് പ്രത്യേകമായി ബോധ്യപ്പെടുത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിലെ 83-ാമത്തെ ആയത്തിൽ ഫമാ ആമന ബി മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനഹും. ഫിർഔന്റെ കൂടെയുള്ളവരാകട്ടെ മൂസാ നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരെയും കുഴപ്പത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന സമയത്ത് ഒരു സംഘം യുവാക്കൾ മാത്രമായിരുന്നു മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാമിനെ പരസ്യമായി പിന്തുണക്കാനുണ്ടായിരുന്നത് എന്ന് വളരെ വ്യക്തമായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിലെയും നെടുനായകത്വം യുവത്വത്തിനായിരിക്കുമെന്നും അതുകൊണ്ട് അവരുടെ ഓജസ്സുള്ള ആ കാലഘട്ടം, ആ തുടുപ്പുള്ള കാലഘട്ടം, നമ്മുടെ ജ്വലിക്കുന്ന ജീവിതത്തിന്റെ അടയാളങ്ങൾ ഓരോന്നും, അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ മാംസത്തുടിപ്പുകളും അത് റബ്ബിന് പൊരുത്തപ്പെടുന്ന വിധത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് യുവത്വം എന്ന അനുഗ്രഹത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കടപ്പാട്. കാരണം നാളെ സർവശക്തനായ അള്ളാഹുവിന്റെ അരികിൽ ഹാജരാക്കപ്പെടുമ്പോൾ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നും കൃത്യമായി മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ലാ തസൂലു ഖദമു ബിനി ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ മനുഷ്യരുടെ, ആദമിന്റെ മക്കളുടെ കാൽപാദങ്ങൾ അന്തിമനാളിൽ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമതായി അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ്. ഫീമാ അഫ്നാഹു, ഏതൊരു വിഷയത്തിലാണ് ആയുസ് ചെലവാക്കിയത്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ അധ്വാനം, നമ്മുടെ ഓരോ നിമിഷങ്ങളും ഏതൊരു കാര്യത്തിലാണ് വിനിയോഗിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എണ്ണി പറഞ്ഞ ഒരു കാര്യം, അവന്റെ യുവത്വത്തെ സംബന്ധിച്ച്
ഫീമാ ബിലാഹു, അത് ഏതൊരു കാര്യത്തിലാണ് തന്റെ യുവത്വത്തെ അവൻ വിനിയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്വത്തിനെ കുറിച്ചും നേടിയ അറിവിനെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാം തന്നെ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം യുവതയുമായി പ്രത്യേകം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അനുഗ്രഹങ്ങൾ ഓരോന്നും പരീക്ഷണം കൂടിയാണ്. പരീക്ഷണം എന്ന് പറയാനുള്ള കാരണം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദിയുള്ളവരാകുന്നതിന് പകരം അഹംഭാവികളായി മാറുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വളരെ വ്യക്തമായി സ്വഹാബികളാണ് നിങ്ങൾക്ക് മാതൃക എന്നും സ്വഹാബികൾക്ക് മാതൃക റസൂലാണ് എന്നും വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുമ്പോൾ സ്വഹാബത്തിന് നമുക്ക് മാതൃകയാക്കിയതിന്റെ മാനദണ്ഡമെന്ത്? വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, വ്യക്തമായ തെളിവുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ തെളിവുകളായി അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽഹു ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. ഇതാ സ്വഹാബത്തിന്റെ മാതൃക അവലംബിക്കാൻ തയ്യാറില്ലാത്ത മുനാഫിക്കുകളും മറ്റുള്ള ആളുകളും ഖുർആനിന് പകരം ഞങ്ങൾക്ക് മറ്റൊന്നു വേണം എന്നാവശ്യപ്പെടുമ്പോൾ ഒരിക്കലും റബ്ബിന്റെ അരികിൽ നിന്നുള്ള വചനങ്ങളും തെളിവുകളും എന്റെ ഭാഗത്ത് നിന്ന് തിരുത്താൻ ഞാൻ സന്നദ്ധനല്ല എന്ന് പ്രഖ്യാപിക്കണം. എന്താ കാരണം? ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ട സംഗതിയല്ലാതെ ഒരിക്കലും ഞാൻ പിന്തുടരുകയില്ല. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, യഥാ വമ്പിച്ച ഒരു ദിനത്തിന്റെ ശിക്ഷ എന്റെ റബ്ബിനെ ധിക്കരിക്കുകയാണെങ്കിൽ ഞാൻ ഭയപ്പെടുന്നുണ്ട്. രണ്ട് മാനദണ്ഡങ്ങളാണ് റബ്ബ് നൽകിയ മഹത്തരമായ ഈ അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്തുമ്പോൾ സൂക്ഷിക്കേണ്ടത്. ഒന്ന്, പ്രവാചകന്റെ മാതൃകയെ അവലംബിച്ച് പ്രവാചകൻ സ്വഹാബത്തിനെ വളർത്തിയ രീതി അനുസരിച്ച്. ഒന്നാമതായി വഹീനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്ത് മറ്റൊന്നും നാം പരിഗണിക്കുന്നില്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ ഒരു സംഗതി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് യാതൊരു മനസ്സാക്ഷിക്കുത്തും ഒരു പ്രയാസവുമില്ല, അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് ഒരു തോന്നലില്ല. പ്രത്യക്ഷമായി അള്ളാഹുവിന്റെ വഹീനെ, വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സംശയരഹിതമായി ഏറ്റെടുക്കാനും പ്രചരിപ്പിക്കാനും യുവത തയ്യാറാകണം എന്നുള്ളതാണ് ഒന്നാമതായി വേണ്ടത്. രണ്ടാമതായി മരണാനന്തര ജീവിതത്തിൽ കടുത്ത നരകാഗ്നിയെ സംബന്ധിച്ച് അതിന്റെ താക്കീതിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് ഓരോ വിശ്വാസിയും ഓരോ യുവാവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ധാർമ്മികതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നീതിയുടെ മാർഗത്തിലൂടെ ജീവിക്കണം എന്നാണ്. സ്വഹാബത്തിന് തന്നെ മാതൃകയാക്കണം എന്നത് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മാ അമിനഹു ഇല്ലാ മുനാഫിഖ് വലാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ. ഹസൻ അൽ ബസരി പറയുകയാണ്, മുനാഫിഖനല്ലാതെ തങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും നിർഭയത്വ ബോധം ഉണ്ടാവുകയില്ല, സത്യവിശ്വാസിക്കല്ലാതെ അങ്കലാപ്പ് ഉണ്ടാവുകയില്ല. എന്റെ ജീവിതം, എന്റെ കൂട്ടുകെട്ട്, എന്റെ പ്രവർത്തനം, എന്റെ അജണ്ടകൾ ഇത് എനിക്ക് നാളെ അപകടം വിതക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്നാണ് സ്വഹാബികൾ നിരന്തരമായി നിർവഹിക്കാറുള്ള ഒരു ദുആ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുശൂഇൻ നിഫാഖ്, കാപ്പട്യത്തിന്റെ ഭക്തിയിൽ നിന്ന് നാഥ ഞാൻ ശരണം തേടുന്നു എന്ന് സഹാബികൾ പറയും. എന്താണ് ഖുശൂ നിഫാഖ് എന്ന ചോദ്യത്തിന് നൽകപ്പെട്ട മറുപടി അൻയറൽ ബദന ഹാശിയൻ വൽ ഖൽബു ലൈസ ബിഹാശിയ, ശരീരത്തിൽ ഭക്തിയുടെ അടയാളങ്ങളും ഹാവഭാവങ്ങളും ഉണ്ടാകും, പക്ഷേ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഭയമോ നരകത്തെ കുറിച്ചോ ഒരു പേടിയോ ഉണ്ടാവുകയില്ല. എന്നാൽ ശരീരത്തിൽ പുറമേ കാണുന്നത് പോലെ തന്നെ അകത്തളങ്ങളിലും അകത്തും പുറത്തും ഒരേ രീതിയിൽ റബ്ബിനെ ഭയപ്പെട്ടു കൊണ്ടുപോകണം. രണ്ടു തരം അജണ്ടകൾ ആവശ്യമില്ല. സുതാര്യമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അഥവാ ഹൃദയങ്ങൾ നന്മയിലേക്ക് തന്നെ ചായണം, ശരീരങ്ങൾ താൽക്കാലിക സുഖങ്ങളിലേക്ക് ഒരിക്കലും ചായുന്ന അവസ്ഥ അങ്ങേയറ്റം സൂക്ഷിക്കുകയും വേണം. ഹക്കിന് നേരെ ഒരിക്കലും നമ്മുടെ കാതുകൾ മൂടാൻ പാടില്ല. വിനോദ കേന്ദ്രങ്ങളും തോന്നിവാസങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മിൽ വളർന്നു വരാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ അസ്സ വജല്ല ലയഅജബു മിനശ്ശാബി സബുവത്ത് എന്ന ദുർഗുണമില്ലാത്ത യുവാവിനെ സംബന്ധിച്ച് അള്ളാഹു അങ്ങേയറ്റം മതിപ്പുള്ളവനാണ് എന്നാണ്. എന്താണ് സബുവത്ത്? വിനോദത്തിലേക്കോ വിവരക്കേടിലേക്കോ ജഹലിലേക്കോ ലഹുവിലേക്കോ അപക്വതയിലേക്ക് ചായാത്ത മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങൾ ഒരിക്കലും കാപ്പട്യത്തിലേക്ക് ചാഞ്ഞു പോകരുത്. മ്യൂസിക്കിന്റെയും പൈശാചികമായ പ്രവർത്തനങ്ങളുടെയും അഭിനയത്തിന്റെയും തോന്നിവാസങ്ങളുടെയും ട്രെൻഡുകൾക്കനുസരിച്ച് വഴിമാറിപ്പോകുന്ന സാഹചര്യം ഒരിക്കലും കടന്നു വരാൻ പാടില്ല. യുവാക്കൾ മാതൃകയാക്കേണ്ടത് ഏതെങ്കിലും പിഴച്ച പ്രസ്ഥാനങ്ങളെയോ നക്സൽ സ്വഭാവത്തിലുള്ള സംഘങ്ങളെയോ അല്ല. ഒരിക്കലും യുവാക്കൾ മാതൃകയാക്കേണ്ടത് സാർത്രനെയോ ചെഗുവേരയോ അല്ല. മറിച്ചു ആ രൂപത്തിൽ സമാന്തര ബദൽ പ്രസ്ഥാനങ്ങളായി ഇസ്ലാമിക യുവാക്കളെ വളർത്തിയെടുത്തതിന്റെ നെറികെട്ട ചില ഉദാഹരണങ്ങളാണ് തൊട്ടുമുമ്പ് നാം ശ്രദ്ധിക്കുകയുണ്ടായത്. നമുക്ക് മാതൃകയാക്കാനുള്ളത് സ്വഹാബികളാണ്. എന്നാൽ ഇതാ